ഹായ് ഓൾ, ശങ്കർ രാജ് ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ്. ഡാറ്റ ടൈപ്സ് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായാലും ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. പല കാര്യങ്ങളെയും പോലെ തന്നെ ഇതും ഒരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ്. ഇപ്പോൾ എന്താണ് ഡാറ്റ ടൈപ്സ്, എന്തിനു വേണ്ടിയാണ് ഡാറ്റ ടൈപ്സ്, ഏത് സാഹചര്യത്തിലാണ് ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കുറച്ച് കോമൺ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സും ഉണ്ട്. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സിയിലുള്ളതും അതിൽ കോമൺ ആയിട്ട് വരുന്നതും ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഡാറ്റ ഐറ്റംസ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. മെമ്മറി ലൊക്കേഷൻ നമ്മൾ നെയിം ചെയ്ത് വേരിയബിളായിട്ട് കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ മെമ്മറി ലൊക്കേഷൻ സ്റ്റോർ ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഡാറ്റയാണ് എന്നുള്ള ഒരു അവബോധം. ഇനി വരുന്ന വീഡിയോ പ്രസൻറ്റേഷനിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ സഹിതമാണ് ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പ്രസൻറ്റേഷനിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സി പ്രോഗ്രാമിങ്ങിലെ ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടാണ്. പ്രധാനമായിട്ട് നമുക്ക് 3 തരത്തിൽ ഡാറ്റ ടൈപ്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ബേസിക് ഡാറ്റ ടൈപ്സ്, ദെൻ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, ദെൻ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്നിവ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ബേസിക് ഡാറ്റ ടൈപ്സിനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാക്കാം. ബേസിക് ഡാറ്റ ടൈപ്സിൽ നമ്മൾ ഈ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാർ, ബൂൾ, വോയിഡ് എന്നിങ്ങനെയാണ് ഈ ഒരു പിക്ചറിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡാറ്റ ടൈപ്പ്, ഈ ഡാറ്റ ടൈപ്പുകൾ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ഡാറ്റയുടെ ടൈപ്പ്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ്, അതായത് ഒരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒരു പ്രോഗ്രാമിൽ പ്രിൻറ്റ് ചെയ്യണം. അതിപ്പോൾ സി പ്രോഗ്രാം മാത്രമേ ആകാവൂ എന്നൊന്നുമില്ല. C++ ആകാം, ജാവ ആകാം, പൈത്തൺ ആകാം, ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ആകാം. ആ ഒരു പ്രോഗ്രാമിൽ ആ പ്രോഗ്രാം ഉപയോഗിച്ച് എനിക്കൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ചിലപ്പോൾ അതിലെന്തെങ്കിലും ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യേണ്ടതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത് ജസ്റ്റ് അതുപോലെ തന്നെ പ്രിൻറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ റെപ്രസെൻ്റ് ചെയ്യാൻ, ആ സ്റ്റുഡൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് നെയിം ഉണ്ടായിരിക്കും, ഏജ്, റോൾ നമ്പർ, ഇങ്ങനെ ഒരുപാട് ഡാറ്റ ഐറ്റംസ് ഉണ്ടായിരിക്കും. നമ്മൾ റിയൽ ലൈഫിൽ, അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലാതെ ഒരു ബുക്കിലോ മറ്റോ ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ ആ കുട്ടിയുടെ നെയിം ഈക്വൽ ടു എന്താണ് പേരെന്നുള്ളത് കൊടുക്കും, ഏജ് എന്താണെന്നുള്ളത് കൊടുക്കും, റോൾ നമ്പർ എന്താണെന്നുള്ളത് കൊടുക്കും, അഡ്രസ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൊടുക്കും. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സാമ്പിൾ നമുക്കൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആക്കണമെങ്കിൽ ഈ കുട്ടിയുടെ ഈ പറഞ്ഞ ഡാറ്റ ഐറ്റംസിനെ എല്ലാം നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഹാൻഡിൽ ചെയ്യാൻ കഴിയണം. അവിടെ പലതരത്തിലുള്ള ഡാറ്റ ടൈപ്പുകൾ ആവശ്യമായിട്ട് വരും. ഇപ്പം നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ ഒന്നുപോലും നമ്പർ ഉണ്ടായിരിക്കില്ല, ഫുൾ ആൽഫബറ്റ്സ് ആയിരിക്കും. അപ്പർ കേസിലോ ലോവർ കേസിലോ ഒക്കെ നമുക്ക് എഴുതാമെങ്കിലും നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള രീതി എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ അപ്പർ കേസിലും ബാക്കിയുള്ള ലെറ്റേഴ്സ് ലോവർ കേസിലും ആയിരിക്കും എഴുതുന്നത് ഇംഗ്ലീഷിൽ. അപ്പോൾ ആൽഫബറ്റ്സ് മാത്രമേ അവിടെ ഉണ്ടായിരിക്കൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൽഫബറ്റ്സ് മാത്രം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ക്യാരക്ടർ, ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടർ, അതായത് സ്ട്രിങ് എന്നുള്ള രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം അതിൽ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ബേസിക് ഡാറ്റ ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഇവിടെ കിടപ്പുണ്ട്. അതിനെ എങ്ങനെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആക്കി മാറ്റാം എന്നുള്ളതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു പൂർണ്ണമായ നമ്പറായിരിക്കും അവിടെ പറയുന്നത്. ഒരു 10 years old എന്ന് പറയുമ്പോഴോ 11 years old എന്ന് പറയുമ്പോഴോ ഒക്കെ എന്താണ്, അതൊരു നമ്പർ ഡാറ്റ ടൈപ്പാണ്, അല്ലെങ്കിൽ നമ്പർ ഡാറ്റ ഐറ്റമാണ്. ആ ഡാറ്റയെ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ ടൈപ്സ് നമുക്കുണ്ട്. ഇവിടെ ഇപ്പോൾ ടേബിളിൽ നോക്കുകയാണെങ്കിൽ ഇൻറ്റ്, ഫ്ലോട്ട്, ഇതൊക്കെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഡബിൾ, എല്ലാം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ ടൈപ്സാണ്. അതിൽ തന്നെ ഏജ് എന്ന് പറയുന്നത്
അത് ഡെസിമൽ പോയിന്റ് ഇല്ലാതെയാണ് നമ്മൾ സാധാരണഗതി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാം ഒരു 10.5 വയസ്സോളമൊക്കെ ആയി, അല്ലെങ്കിൽ 11.5 വയസ്സോളമൊക്കെ ആയി എന്ന് പറയുമെങ്കിലും നമ്മളതൊരു ഒഫീഷ്യൽ റെക്കോർഡിലാക്കുമ്പോൾ കൂടുതൽ സമയവും എന്താണ്, എയ്തർ 10 or 11, ഒന്നുകിൽ 10 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് എന്നുള്ള രീതിയിലാണ് സാധാരണഗതി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്കപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിൽ തന്നെ പറയാം, പൂർണ്ണസംഖ്യകൾ അതായത് ഇൻറ്റിജേഴ്സ് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ്, ഒരു ദശാംശം അല്ലെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലാതെ പൂർണ്ണമായ സംഖ്യകൾ, അവയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻറ്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് വെച്ചിട്ടാണ്. ഇനി ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഒരു പൈ എന്ന് പറയുന്ന ഒരു വാല്യൂ 3.14 അവിടെ ഡെസിമൽ പോയിന്റ് കടന്നു വന്നു. അത്തരത്തിലുള്ള ഡാറ്റ ഐറ്റംസിനെയൊക്കെ ഫ്ലോട്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിൻ്റെ ലിമിറ്റ് കുറച്ചുകൂടി കൂടിയ ഒരുപാട് വലിയ നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റുള്ള കുറേ വലിയ നമ്പേഴ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഡബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വോയിഡ് എന്ന് പറയുമ്പോൾ റിട്ടേൺസ് നത്തിങ്. ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഞാൻ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ബേസിക് ഡാറ്റ ടൈപ്സിൽ തന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ഇങ്ങനെയുള്ള ക്യാർ, ഇങ്ങനെയുള്ള ഡാറ്റ ടൈപ്സ് ആണ്. അപ്പോൾ അവയുടെ ഓരോ ചെറിയ എക്സാമ്പിൾ ബേസ് കൂടി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ഇതിനെ സി പ്രോഗ്രാം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ പറയുന്നത് പോലെ നമുക്ക് ഒരു ഡാറ്റ ഐറ്റത്തെ എന്ത് ഡാറ്റ ടൈപ്പായി സ്റ്റോർ ചെയ്യണമെന്നുള്ളത് എന്താണ്, നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ ഡാറ്റ ടൈപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റാണ്. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഡാറ്റ ടൈപ്പുകൾ നിലവിലുണ്ട്. ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ നമുക്ക് കൊടുക്കണമെങ്കിൽ വെറുതെ ഇൻറ്റ് എന്നവിടെ കൊടുത്തിട്ട് കാര്യമില്ല, മറിച്ച് എന്ത് ഡാറ്റ ടൈപ്പുള്ള വേരിയബിളാണ് അവിടെ വരേണ്ടത് എന്നാണ് പറയേണ്ടത്. വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, മെമ്മറി ലൊക്കേഷൻസിന് കൊടുക്കുന്ന നെയിം. എനിക്കിപ്പോൾ ഒരു കുട്ടിയുടെ ഏജ് സ്റ്റോർ ചെയ്യണം, ഏജ് 5 എന്ന് പറയുന്ന ഒരു ഏജ് സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്താണ്, ഇൻറ്റ് ഏജ് എന്ന് കൊടുക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ കാണിക്കാം. ഇൻറ്റ് ഏജ് എന്ന പേരിൽ മെമ്മറിയിൽ, ഏജ് എന്ന പേരിലൊരു മെമ്മറി ലൊക്കേഷൻ, ഇൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് 4 bytes ആണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ആ 4 bytes ഒരു സൈസ് അവിടെ റിസർവ് ചെയ്യും. അതിലെത്രയാണോ നമ്മൾ കൊടുക്കുന്ന ഏജ് അതവിടെ പോയി സ്റ്റോർ ആകും. ഇത് ബേസിക് ആയിട്ടുള്ള ജസ്റ്റ് കാര്യം ഒന്ന് ഇമേജായിട്ട് ഞാൻ കാണിച്ചു തന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. ടർബോ C++ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. noname.cpp എന്നുള്ള C++ൻ്റെ ഒരു എക്സ്റ്റൻഷനോടെ വന്ന് കിടക്കുകയാണ്. ഞാനതിനെ റീനെയിം ചെയ്യുന്നു. ഡാറ്റ ടൈപ്പ് എന്ന് തന്നെ കൊടുക്കുന്നു .c. ആ പേരിൽ എൻ്റെ പ്രോഗ്രാം എഴുതുന്നതിനുള്ള ഒരു വിൻഡോ അവിടെ വന്നു കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രോഗ്രാം, ഡാറ്റ ടൈപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. കൂടുതൽ വലിയ രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ജസ്റ്റ് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയുള്ള കോഡുകൾ മാത്രമേ തൽക്കാലം എഴുതുന്നുള്ളൂ. ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h, int മെയിൻ ഫംഗ്ഷനകത്താണ് നമുക്ക് എഴുതേണ്ടത് എന്നുള്ളതാണ്. ഞാനൊരു ഇൻറ്റ് എന്ന പേരിൽ നമ്മൾ ആ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അത് വൈറ്റ് കളറായി മാറി. മെയിൻ ഫംഗ്ഷനും ആ ഇൻറ്റ് ഉണ്ട്, ഇപ്പോൾ കൊടുത്ത ഇൻറ്റും. കാരണം എന്താണ്, അതൊരു റിസർവ്ഡ് വേർഡ് അല്ലെങ്കിൽ കീവേഡാണ്. അതിനെ ഈ കമ്പൈലറിൽ കീവേഡുകളായിട്ടുള്ളവയെല്ലാം എന്താണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ വൈറ്റ് കളറിൽ വരണമെന്നുള്ളതാണ് ഈ കമ്പൈലർ ഡിസൈൻ്റെ ഭാഗമായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റ് എന്ന് കൊടുത്തപ്പോൾ അത് വൈറ്റ് കളറായത്. ഞാൻ ഇൻറ്റ് ഏജ് എന്ന് കൊടുത്തു. വെറുതെ ഞാൻ കൊടുക്കുകയാണ്, printf ഏജ്. സമാനമായിട്ടുള്ളൊരു ഉദാഹരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക്
കൂടുതൽ ക്ലാരിറ്റി കഴിഞ്ഞ ക്ലാസ് കൂടി കണ്ടിട്ടുള്ളവർക്കുണ്ടാകും. ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിയർ സ്ക്രീനും, നമ്മുടെ ടർബോ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടി വരുന്നത്. ക്ലിയർ സ്ക്രീനും പിന്നെ ഗെറ്റ് CH റിട്ടേൺ 0 ഇത്രയും ഞാൻ കൊടുത്തു. ഇത് ക്ലോസ് ചെയ്തു. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. കണ്ടോ, ഡിക്ലറേഷൻ ഈസ് നോട്ട് അലൗഡ് ഹിയർ. കാരണം ഈ പറയുന്ന ഡിക്ലറേഷൻ നമ്മളിവിടെ ഇങ്ങനെ കൊടുത്തുവെങ്കിലും അത് ഇവിടെ അലോ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ സ്ക്രീനിന് മുമ്പ് നമുക്ക് ഈ ഡിക്ലറേഷൻ ഒന്ന് കൊടുത്തു നോക്കാം. ഇൻറ്റ് ഏജ് ടൈപ്പ് മിസ്മാച്ച്. അവിടെ ഒരു ടൈപ്പ് മിസ്മാച്ച് എറർ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു, വെറുതെ വേരിയബിൾ നെയിംസ്, അതായത് ഇവിടെ ഇപ്പോൾ ഇൻറ്റ് ഏജ് എന്ന് പറയുമ്പോൾ ഏജ് എന്ന പേരിലുള്ള ഒരു ഇൻറ്റിജർ വേരിയബിൾ അവിടെ ഡിക്ലെയർ ആയി എന്നുള്ളതാണ്. പക്ഷേ അത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ആ വേരിയബിൾ നെയിം വെറുതെ കൊടുക്കാൻ കഴിയില്ല. സി പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി ഉണ്ട്. ഇപ്പോൾ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കമ്പൈലറിനോട് നമ്മൾ പറയുകയാണ് ഏത് ടൈപ്പിലുള്ള ഡേറ്റയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു വിവരം. അത്തരത്തിലുള്ളൊരു ഫോർമാറ്റ് സ്പെസിഫയറിൻ്റെ ഒരു ആബ്സെൻസ് ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മളൊരു %d കൊടുത്തപ്പോഴാണ് ആ കാര്യം അവിടെ പ്രിൻ്റ് ആയത്. അപ്പോൾ ഇൻറ്റിജർ ആണ് ഡാറ്റ ടൈപ്പ് എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഫോർമാറ്റ് സ്പെസിഫയർ %d എന്നാണ്. അത് ഒരു ഡബിൾ കോട്ട്സിൽ കൊടുക്കുക. %dh. ഇനി നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. സക്സസ്. റൺ ചെയ്യുകയാണ്. കണ്ടോ, എന്തോ ഒരു വാല്യൂ വന്നു. കാരണം ഏജ് എന്ന ആ മെമ്മറി ലൊക്കേഷനിൽ, ആ വേരിയബിളിൽ നമ്മൾ വേറെ വാല്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. വീണ്ടും അതേ വാല്യൂ തന്നെ വന്നു. ഞാൻ ഈ ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ട് ഒരു വാല്യൂ ഇവിടെ നേരെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണെന്ന് വയ്ക്കുക. 12. ഇങ്ങനെ ഡിക്ലറേഷൻ്റെ ഭാഗമായിട്ട് തന്നെ വാല്യൂസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിന് ഇനിഷ്യലൈസേഷൻസ് എന്നാണ് പറയുന്നത്. ഞാൻ ഇനി ഇതൊന്ന് റൺ ചെയ്യുകയാണ്. കണ്ടോ, 12 എന്ന വാല്യൂ വന്നു. ഞാനിപ്പോൾ ഇൻറ്റ് ഏജ് ഈക്വൽ ടു 12, ഏജ് എന്ന പേരിൽ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ട, മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യപ്പെട്ട വാല്യൂ 12 എന്നുള്ളതാണ്. ആ ഏജ് പ്രിൻറ്റ് ചെയ്തപ്പോൾ സ്ക്രീനിൽ കണ്ടോ 12 വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഔട്ട്പുട്ടിനെ ഒന്ന് കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കാം. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ കൊടുക്കാം. ഏജ് ഈസ്, ഒരു കോളൻ ഇട്ടതിന് ശേഷം %d എന്ന് ഞാൻ കൊടുത്തു. ഇതെല്ലാം ഡബിൾ കോട്ട്സിനകത്ത് തന്നെയാണ്. റൺ ചെയ്തു. കണ്ടോ, ഏജ് ഈസ് 12. വെറുതെ ഒരു 12 എന്ന് വന്ന് കിടക്കാതെ ഒരാൾ നോക്കുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് കുറച്ച് വൃത്തിയായി വാചകങ്ങൾ ഉൾപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ഫ്ലോട്ട്, നമുക്ക് പൈ എന്ന വാല്യൂ തന്നെ കൊടുക്കാം. 3.14. അപ്പോൾ ഈ പറയുന്നത് പോലെ 3.14 എന്ന് പറയുന്ന ഒരു വാല്യൂ പൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടാണ്. ഇതിനെ നമുക്ക്, ഈ വാല്യൂവിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഈ പറയുന്നത് പോലെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള വാല്യൂ ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ %f എന്നുള്ളതാണ്. എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. printf ഡബിൾ കോട്ട്സ് ഞാൻ വാല്യൂ ഓഫ് പൈ ഈസ് %f എന്ന് കൊടുത്തു. ഫ്ലോട്ട് പൈ printf. ഒരു ലൈനിൽ വന്നു. അപ്പോൾ അങ്ങനെ ഒരു ലൈനിൽ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് /n എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. സ്ലാഷിൽ തുടങ്ങുന്ന കുറേ കമാൻഡ്സ് ഉണ്ട്. അത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ന്യൂ ലൈനായി മാറും, നെക്സ്റ്റ് ലൈനായി മാറും.
ഏജ് ഈസ് പെർസെൻറ്റേജ് ഡി കഴിഞ്ഞ് ഞാനൊരു സ്ലാഷിന് കൊടുത്തു. ഇനി ഞാനൊന്ന് റൺ ചെയ്യുകയാണ്. കണ്ടോ, ഏജ് ഈസ് 12. നെക്സ്റ്റ് വാല്യൂ ഓഫ് പൈ ഈസ് എന്ന് പറയുന്നത് 3.14 അവിടെ വന്നു. ഇനി ഏജ് ആദ്യത്തെ പ്രിൻ്റ് കൂടെ അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രിൻ്റ് കൂടെ ഈ സ്ലാഷിനൊന്ന് കൊടുത്തു നോക്കാം. അപ്പോഴും എന്താണ്, ഈ പറയുന്ന സെയിം റിസൾട്ടാണ്. സ്ലാഷൻ എന്ന് പറയുന്ന ന്യൂ ലൈനിന് വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. ഇനി ഞാൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു വേരിയബിളാണ് അടുത്തതായിട്ട് സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്യാരക്ടർ ഡി ഈക്വൽ ടു കോട്ട്സിൽ ഞാൻ എ എന്ന് കൊടുത്തു എന്ന് വയ്ക്കുക. ഇപ്പോൾ എ എന്ന് പറയുന്ന വാല്യൂ എന്താണ്, ഇവിടെ നമുക്ക് പ്രിൻ്റായി വരേണ്ടതാണ്. ഇതിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ %c എന്നുള്ളതാണ്. ഒരു സെൻറ്റൻസ് ഞാൻ സ്ലാഷിന് ശേഷം ഒരു സെൻറ്റൻസ് കൊടുക്കുന്നു. വാല്യൂ ഓഫ് c is %c. എന്നിട്ട് ആ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആ വേരിയബിൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡി എന്നാണ് ആ വേരിയബിളിൻ്റെ നെയിം. സോ ഞാൻ ഈ പറയുന്ന ഡി എന്ന് പറയുന്ന വേരിയബിൾ നെയിം അവിടെ കൊടുത്തു. ഇനി റൺ ചെയ്യുകയാണ്. കണ്ടോ, വാല്യൂ സി ഈസ് എ. സിംഗിൾ കോട്ട്സിൽ അത് കൊടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ അവിടെ ബി എന്ന് കൊടുത്തിരുന്നെങ്കിൽ റൺ ചെയ്യുമ്പോൾ കണ്ടോ, വാല്യൂ സി ഈസ് ബി. ഇപ്പോൾ ഡാറ്റ ടൈപ്പ് അതോടൊപ്പം തന്നെ ഫോർമാറ്റ് സ്പെസിഫയർ, ഈ രണ്ട് കാര്യങ്ങളിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി അതിൻ്റെ എലാബറേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഡാറ്റ ടൈപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. ഡാറ്റ ടൈപ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്ന 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കവർ ചെയ്യാം. ഈ ക്ലാസ്സിൽ, ഈ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് അയക്കുകയോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം. സൈനിങ് ഓഫ്. താങ്ക് യു.